ഹലോ ഗായ്സ്, അങ്ങനെ സ്റ്റാർ തൂക്കി. സ്റ്റാർ അച്ഛനാണ് എനിക്ക് തൂക്കി തന്നത്. അച്ഛനാണ് ലീവായതുകൊണ്ടാണ് അച്ഛൻ തൂക്കി തന്നത്. ഇപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. എന്നാൽ ഇതാണ് നമ്മളെ ക്രിസ്മസിൻ്റെ സ്റ്റാർ. നോക്കിയിട്ട് അപ്പുറത്തെ വീട്ടിൽ നമ്മൾ സ്റ്റാർ വെക്കുന്നതായിരിക്കും. അപ്പുറത്തെ വീട്ടിലെ പുലിക്കൂട് ഞാൻ ഒന്ന് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാം. എന്നാൽ ഇതാണ് നമ്മളെ സ്റ്റാർ. മിന്നാന്നാണ് ഇത് തൂക്കിയത്. ഹലോ ഗായ്സ്, എന്നാലും ഇതാണ്. ഇതിനകത്ത് അത്ര തെറ്റ് പറ്റിയെന്ന് എനിക്കറിയില്ല. ഒന്ന് കണ്ണും പൂട്ടിയിട്ടൊന്ന് ക്ഷമിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ വൈക്കോലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വൈക്കോലെല്ലാം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പഞ്ഞിയിട്ടാൽ കുറച്ചും കൂടി നല്ല വൈക്കോലിനെയും കാട്ടി നല്ല വൃത്തിയുണ്ടാകും. പിന്നെ ഞങ്ങൾക്ക് പ്രതിമകളൊന്നും ഇല്ല, ആകെ ഇതല്ലേ ഉള്ളൂ. നേരം ഇതിനെ കൊണ്ട് അച്ചാച്ചനും അമ്മമ്മക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കൂടാക്കി കൊടുത്തിട്ടുണ്ട്. അച്ചാച്ചനും അമ്മമ്മയും പറത്തൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ചെറുതൊന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതാണ് ക്രിസ്മസ് ട്രീ. നേരം ഗൈസ്, ഇതാണ് നമ്മൾ ക്രിസ്മസ് ട്രീ. ഇതിനാ പറയാൻ വിട്ടുപോയി. ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ് ഞാൻ അവിടെ ഉണ്ടാക്കിയത്. കുറച്ച് ഇത്രയുള്ളൂ. ഇതെൻ്റെ കളിക്കുന്ന ഒരു റൂമാണ്. സാധാരണ ഇവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല. ഒരു ഇനി അടുന്ന റൂമാണ്. ഇവിടെയാണ് ഞാനിപ്പോൾ സ്റ്റാറും ഇതെല്ലാം ഒരു ഡെക്കറേഷൻ മേടിച്ചിട്ടുള്ളത്. ഇത് കസാലയാണ്. കസാല തുണി കൊണ്ട് മറക്കിയിട്ട് ഒരു സോഫ മാതിരി ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ സോഫയുണ്ട്, അവിടെ വലിയ ക്ലോക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാല് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് പിരിച്ചും തുടച്ചും അടിച്ചു വാരിയൊക്കെ വെക്കുന്നതാണ് റൂമാണിത്. അവിടെ കലണ്ടറൊക്കെ ഉണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. നമ്മളൊരു പുലിക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പുലിക്കൂട് ഏകദേശമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ചെറിയൊരു വീഡിയോ ഉണ്ട് ഉണ്ടാക്കുന്ന. ചെറിയൊരു അത്ര ക്ലാരിറ്റി ഒന്നുമില്ല വീഡിയോ. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ പുലിക്കൂടിൻ്റെ അവസ്ഥയും കാണിച്ചു തരാം. ഞാൻ 2 പുലിക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ചെറുങ്ങനൊരു തട്ടിക്കൂട്ടലേനും, രണ്ടാമത്തത് കുറച്ച് നല്ലോണം ഒരു 30 രൂപ ഞാൻ അതിന് ചിലവഴിച്ചിന്. ഞാൻ അതൊന്ന് കാട്ടിത്തരാം. പിന്നെ ക്രിസ്മസ് ട്രീയും 2 ക്രിസ്മസ് ട്രീയും പിന്നെ 2 സ്റ്റാറും ഉണ്ട്. ഒരു സ്റ്റാർ തൂക്കിയിട്ടില്ലോ, ഇനി അടുത്ത സ്റ്റാർ തൂക്കുന്നതായിരിക്കും. എൻ്റെ അച്ചാച്ചൻ്റെ വീട്ടിലോട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത്. ഒരു ക്രിസ്മസ് ട്രീ, ഒരു പുലിക്കൂട്, ഒരു സ്റ്റാറും എൻ്റെ അമ്മമ്മേൻ്റെ അച്ചാച്ചൻ്റെ വീട്ടിലോട്ട് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലോട്ട് വേണ്ടിയിട്ട് സ്റ്റാർ ഇപ്പോൾ തൂക്കിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയും ഉണ്ട്. പിന്നെ ഒരു പുലിക്കൂടും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി ഉണ്ണിയേശുവിന് ബാക്കി പ്രതിമകളെല്ലാം വെക്കാനില്ലു. അന്നേരം അതിൻ്റെ പണിയിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. ക്ലാരിറ്റി ഇല്ലെങ്കിൽ ക്ഷമിക്കണം. ആദ്യമായിട്ടാണ് ഒരു പുലിക്കൂട് ഉണ്ടാക്കുന്നത്. അന്നേരം എന്തെങ്കിലും തെറ്റി പറ്റിയിട്ടുണ്ടോ എന്ന് ക്ഷമിക്കണം. പിന്നെ പുലിക്കൂടിന് ആവശ്യമില്ലാത്ത ഒരു കാർഡ്ബോർഡാണ്. അതല്ല എനിക്ക് അറിയുന്നതായിരിക്കും. കാർഡ്ബോർഡ് അതിൻ്റെ നടുക്കത്തെ ഭാഗം മുറിച്ച് കളഞ്ഞതിന് ശേഷം അതിന് ജനാലിയും പിന്നെ മേൽപ്പൂരിയും വെച്ചിട്ട് ജനാലിൻ്റെ സൈഡിലൊക്കെ നല്ല കട്ടിയിൽ ഉറപ്പില്ല പലക കഷ്ണം അതെടുത്തൊരു കാർഡ്ബോർഡിനെ കൊണ്ട് വെക്കുക. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് ഫസ്റ്റിന് വേണ്ടത് നമുക്ക് ഒരു പുല്ലിക്കൂട് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് ഉണ്ണിയേശു എന്നുള്ളതാണ്. എന്നാലും തന്നെ പുല്ലിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് എന്തായാലും അത്യാവശ്യമാണ്. കാർഡ്ബോർഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മിക്സിയുടെ കാർഡ്ബോർഡ് ഇട്ടിട്ടുള്ളത്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ മേൽപ്പൂരി ഒക്കെ സെറ്റാക്കണം. ഇത് നമുക്ക് പാടില്ല. ഇതെല്ലാം ഒന്ന് മുറിച്ച് കളയണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേൽപ്പൂരി വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പറഞ്ഞിട്ട് സമയം കിട്ടുന്നില്ല. അതിന് മുന്നേ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇപ്പം നമ്മളെ വീഡിയോ കുറേ ശതമാനം പേര് കണ്ടിട്ട് പോകുന്നില്ല. ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യുന്നില്ല. പ്ലീസ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, കുറച്ച് പണി ഇതിൻ്റെ കഴിഞ്ഞു. ഇനി ഒരു ടെസ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ കാർഡ്ബോർഡിൻ്റെ ഈ കഷ്ണങ്ങൾ പറിച്ച് കളയേണ്ടതായിട്ട് വരും. ഇത് പറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന് ഒരു ഇതാക്കിയിട്ട് ഇങ്ങനെ സൈസ് കറക്റ്റ് ചെയ്യുന്നു. വേറൊരു സൈസ് ഉണ്ട്, ഇങ്ങനെ ആയിട്ട് വെച്ച് കൊടുക്കും. നമ്മൾ ജനാലിൻ്റെ പടി മാതിരി ഒന്ന് വെച്ച് കൊടുക്കണം. 3 ജനാലുണ്ട്. ആ ജനാലക്ക് വെച്ച് കൊടുക്കണം. അന്നേരം അത് വെച്ച് കൊടുക്കും. ഇത് പറിക്കുകയും ചെയ്തിട്ട് വരാം. ഇവിടെ 2 സെല്ലോ ടോപ്പിനെ കൊണ്ട് സ്റ്റിക്ക് ചെയ്യണം. ഇതിൻ്റെ അകത്ത് വാട്ടർ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിത് ആർട്ട് വർക്കിന് അടുത്താണ്. ആർട്ട് വർക്കിന് എൻ്റെ അങ്കിൾ എനിക്ക് കൊണ്ടുതന്ന ഗിഫ്റ്റാണിത്. അന്നേരം ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ബ്രൗൺ എടുക്കാൻ നമുക്ക് കുറച്ച് ഡാർക്കിലെ ബ്രൗൺ ആണ്. ബ്രഷും കൂടി ഉണ്ടാവും. ഇതൊരു സെറ്റാണ്. നമുക്ക് കളർ അടിച്ചതിന് ശേഷം കാണാം. ഇതിപ്പോൾ മേൽപ്പൂര്
ഇവിടെയെല്ലാം ഒന്ന് അലങ്ങുന്നെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സ്റ്റിക്ക് ചെയ്ത് വെച്ച് അപ്പുറം ഇപ്പുറം ആയിട്ട്. അതാ ഇവിടെ ഇങ്ങനെ ഇവിടെ ഗ്ലൂ ഗൺ ചെയ്ത് കൊടുക്കണോ, അതെൻ്റെ അമ്മ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ അന്നെ കറണ്ടിലൊന്നും കളിക്കാൻ വിടൂല, അതാണ് ഗ്ലൂ ഗൺ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണോ. ഇവിടെ ഇപ്പുറത്തെല്ലാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണോ, എന്നിട്ട് അവിടെ നല്ലോണം ഒട്ടിച്ച് കൊടുക്കണം. ഗ്ലൂ ഗണ്ണിനെ കൊണ്ടാണ് ഇത് മെയിനായിട്ട്. അങ്ങനെ കാറ്റ് വന്നാൽ ആടിപ്പോണ്ടിരിക്കില്ല. എന്തായാലും ഗ്ലൂ ഗൺ എന്തായാലും ഇതിന് മസ്റ്റാണ്. അതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാൻ തന്നെ എന്തോ മാതിരിയില്ല. ഈ പുറമല്ലോ ഈ പുറത്ത് കാണാൻ വേണ്ടിയിട്ട് ആ മിക്സീൻ്റെ അതെല്ലാം ഇന്നേരം നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങിച്ചാൽ ബ്രൗൺ പേപ്പർ ഉണ്ടാവില്ലേ, ഇതേമായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ കളറിലുള്ള ബ്രൗൺ പേപ്പർ ഇവിടെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നേരെ എല്ലാം സെറ്റാവും. ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഒട്ടിച്ച് കൊടുക്കാൻ തന്നെ ഈ പശ വേണം. അതിന് വേണ്ടിയാണ് പശ വാങ്ങിയത്. ഈ പശ ഒട്ടിച്ച് കൊടുക്കാൻ പോകണം. നേരെ ഈ ഒട്ടിക്കുന്ന കുറച്ച് കടലാസ് ഞാൻ എടുത്തിട്ട് വന്നിട്ട് ഒന്ന് പകുതി വരെ ഫിനിഷ് ചെയ്തിട്ട് നേരെ പകുതി വിഷയമായിട്ട് കാണാം. ഇതാണ് നേരം നമ്മൾ ഉണ്ടാക്കിയ പുലിക്കൂട്. ഇത് ഞാൻ ടാപ്പിനെ കൊണ്ട് യൂസ് ചെയ്തില്ല. ആകെ ഒരു 30 രൂപേനെ അതിന് ചിലവ് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മിക്സിയുടെ ഇതാണ്, അതുകൊണ്ട് ചുവപ്പ് കളറാണ് വരുന്നത്. മിക്സിയുടെ ഒരു കാർഡ്ബോർഡിന് ഇത് നേരെ ചുവപ്പ് കളർ വരുന്നുണ്ട്. എന്നാൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രൗൺ കളർ ഇപ്പം അത്ര കാണുന്നൊന്നുമില്ല. സാധാരണ നമ്മൾ ബ്രൗൺ കളർ പേപ്പർ ഉണ്ടാവില്ലേ, സാധാരണ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതിനെ കൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഒട്ടിക്കുന്നതാണ്. സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പശക്ക് 10 രൂപ, പിന്നെ ഈ ടാപ്പിന് 10 രൂപ, പിന്നെ അത്രയല്ലേ പൈസ പറ്റില്ല, ഒരു 30 രൂപയായിട്ടുള്ളൂ. ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ടോട്ടൽ ഒരു 20 രൂപ. ഞാൻ കയ്യിൽ എന്തായാലും ഒരു 30 രൂപ വേണം ഇതെന്തായാലും ചെയ്തെടുക്കുമ്പോൾ. ഹലോ മച്ചാമാരെ, അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ആ തലവേദന കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാവരും എല്ലാം സെറ്റാക്കി, ക്രിസ്മസ് ട്രീയും എല്ലാം അപ്പുറത്ത് വീടെല്ലാം സെറ്റാക്കി സ്റ്റാറും വെച്ചു. അപ്പുറം സ്റ്റാറേ വെക്കണ്ട, ആ ഒറ്റൊരു കാര്യമില്ല. അത് ഇന്ന് വെക്കും, ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ വെക്കുന്നതായിരിക്കും. കാട്ടിത്തരാം ഒന്ന്. ഇതാണ് നേരം. ഇനി ഇത് ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം അതിൻ്റെ വ്യൂ നോക്കാം. അങ്ങനെ ഒടുവിലെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ പുലിക്കൂട് കാണാനായിട്ട് കുറച്ചാൾ വരും. അന്നേരം നമുക്ക് അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൂവ് ഉണ്ടാക്കിയത്. അതിന് അവരെ കൈമ കൊടുക്കും വെൽക്കം ചെയ്യാൻ വേണ്ടിയില്ല. ഇതിൻ്റെ താഴെയാണ് ഇവിടെ വെക്കുന്നത്. നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാന്റാക്ലോസ് ആവും. സാന്റാക്ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാന്റാക്ലോസ് ആയിട്ട് കുറച്ച് പേർക്ക് പോയിട്ട് ഇവിടെ അടുത്തുള്ള കുറച്ച് പേർക്ക് പോയിട്ട് ഞാൻ മുട്ടായൊക്കെ കൊടുക്കുന്നതായിരിക്കും. ആ വീഡിയോ ഞാൻ എന്തായാലും ഇടും. ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നോക്കിയിട്ട് നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. ഹലോ ഗൈസ്, അങ്ങനെ ഒടുവിലെല്ലാം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരി. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് പോകുന്നു. കുറച്ച് പേർക്ക് മുട്ടായൊക്കെ കൊടുക്കണം. അതിനുശേഷം എൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് മാമൻ വന്നിട്ട് സ്റ്റാർ കെട്ടിത്തരുമോ. നേരം മാമൻ വരാൻ വെയിറ്റ് ചെയ്യാൻ നമ്മളിരുന്നിട്ട്. അങ്ങനെ നമ്മൾ അത്ര വലിയ റിച്ചായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, നമുക്കറിയുന്ന മാതിരമൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരമാവധി ഇത് കാണാൻ ശ്രമിക്കുക പ്ലീസ്. എന്നാൽ നമുക്ക് സ്റ്റാർ തൂക്കിയിട്ട് കാണാം, സാന്റാക്ലോസ് ആയിട്ടും കാണാം. അപ്പുറത്തെ വീടിൻ്റെ പുലിക്കൂട് സെറ്റാക്കി, ക്രിസ്മസ് ട്രീ സെറ്റാക്കി, ഇപ്പുറം ചെടി വെച്ച് സ്റ്റാർ വെച്ച് ഒക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. വേഗം തന്നെ ഈ വീഡിയോ തന്നെ കാണിക്കുന്നതായിരിക്കും. സാന്റാക്ലോസ് എല്ലാം തന്നെ കാണിക്കുന്നതായിരിക്കും. ഷോർട്സ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നേരെ എല്ലാവർക്കും മേരി ക്രിസ്മസ്.